அதுக்கப்புறம் ஃபஸ்ட்டு அரை கப்பு ஆயில் ஊற்றி அதுக்கப்புறம் ஒரு வெங்காயம், சின்ன துண்டு இஞ்சி, 5-6 வெளுத்துள்ளி. ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിരിക്കുന്നു. ഇനി മിക്സിയിൽ അരച്ച് കടുക് പോട്ട് താളിക്കുക. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. അതിന് 5 വലിയ തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് എണ്ണയിൽ താളിക്കുമ്പോൾ ഒരു വലിയ സ്പൂൺ ചുവന്ന മുളകാത്തൂള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊട്ട് താളിച്ച് മിക്സിയിലടിച്ച് അതിനുശേഷം കടുക് പോട്ട് താളിക്കുക.